ആ ലോറി കണ്ടെത്താൻ കഴിയും എന്ന ഒരു വലിയ പ്രതീക്ഷ ഇവിടെ നിന്ന് നമുക്ക് അത്തരത്തിൽ പങ്കുവെക്കാൻ പറ്റും. ഏതായാലും മഴ ഇപ്പോൾ അല്പം മഴ ഉണ്ട്. അത് രക്ഷാപ്രവർത്തനത്തിന്റെ നിലവിൽ അത് യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല. രക്ഷാപ്രവർത്തനം തുടരും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് മാധ്യമപ്രവർത്തകർക്കും ഈ പ്രദേശത്തേക്ക് അനുവാദം നൽകിയിരിക്കുന്നു. ഏതായാലും എല്ലാ കാര്യത്തിലും അനുകൂല നിലപാടുണ്ടായിരുന്നു. ഇത് നേരത്തെ ആകാമായിരുന്നോ എന്നൊരു ചോദ്യം തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ച് നമുക്ക് ചോദിക്കാനുള്ളത്. ഈ ജീവനുകളാണ് മണ്ണിനടിയിൽ ഇത്തരത്തിൽ ഉള്ളത്. അവരെ കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ നടന്നില്ല. അത് വലിയ ആക്ഷേപത്തിനിടയാക്കും. ഏതായാലും ആ കാര്യങ്ങളൊക്കെ ഇനിയും വരും ദിവസങ്ങളിലും വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട സംഭവം തന്നെയാണ്. ഇത്തരം അപകടം ഉണ്ടായാൽ അത് ഏത് രീതിയിലായിരിക്കണം രക്ഷാപ്രവർത്തനം നടത്തുന്നതെന്ന് പലപ്പോഴും കേരളം അതിന് വലിയൊരു മാതൃകയായിരുന്നു. സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ആരൊക്കെ എന്നില്ല, ഏത് ആൾക്കാർ വന്നാലും അവരൊക്കെ ഈ രംഗത്തിറങ്ങുന്ന സാഹചര്യം. പക്ഷെ ഇവിടെ ആരെങ്കിലും ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഇത്തരത്തിൽ എത്തിയാൽ അവരെ കയറ്റിവിടാത്ത സാഹചര്യമൊക്കെ. ഏതായാലും ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ആശ്വാസവാക്ക് ഈ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആ സ്ഥലത്ത് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നു എന്ന് തന്നെയാണ്. ആ മണ്ണിടിഞ്ഞ് വീണ പ്രദേശത്ത് രഞ്ജിത്ത് അവിടെ തന്നെയുണ്ട്. നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ജെസിബിക്കാർക്ക് കൃത്യമായ നിർദ്ദേശം നൽകുന്നുണ്ട്. അത് പ്രകാരമാണ് അവർ മണ്ണെടുക്കുന്നത്. കൃത്യമായി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വാഹനത്തിന്റെ എഞ്ചിൻ കണ്ട ഭാഗം അത് വളരെ സാവധാനത്തിൽ അത് ആ രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ ജെസിബി ഉപയോഗിച്ച് അത് കൂടുതൽ അപകടകരമായ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് മണ്ണ് വീഴുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി ശാസ്ത്രീയമായ രീതിയിൽ രഞ്ജിത്ത് അവർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല. മൺകൂനിയുടെ മുകളിൽ ഒരു ജെസിബി കയറ്റി വെച്ച് അതിന്റെ മുകളിൽ നിന്ന് മണ്ണ് മാറ്റുന്ന ഒരു രംഗമായിരുന്നു. വളരെ മന്ദഗതിയിലായിരുന്നു ആ പ്രവൃത്തികളൊക്കെ നടന്നത്. അപ്പോഴും ആ ജീവൻ അതാണ് കൂടുതൽ ഏകോപിപ്പിക്കാൻ രക്ഷാപ്രവർത്തനത്തെ അല്ലെങ്കിൽ തെരച്ചിൽ കൂടുതൽ ഏകോപിപ്പിക്കാൻ സാധിച്ചു എന്നതാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്. അർജുന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ വോളണ്ടിയർമാർ ആയിട്ട് നേരത്തെ തന്നെ സന്നദ്ധരായ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് അവിടേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. അതൊരു പക്ഷേ അപകട സാധ്യതകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം അത്തരത്തിൽ ആ ഘട്ടത്തിൽ അനുവാദം നൽകാതിരുന്നത്. പക്ഷേ ഇന്ന് സാഹചര്യം മാറിയിരിക്കുന്നു. കൂടുതൽ വോളണ്ടിയർമാർക്ക് ഉൾപ്പെടെ ഈ പ്രദേശത്തേക്ക് എത്താൻ സാധിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത് എന്നതാണ് ഏറ്റവും അനുകൂലമാകുന്നത്. ഒരു പക്ഷേ ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് സൈന്യം കൂടി എത്തിച്ചേരും എന്നുള്ളതാണ്. റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലോറിയുള്ള ഭാഗം എന്ന് ഐഡന്റിഫൈ ചെയ്ത അതേ ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ മഴ പെയ്യുന്നു എന്നുള്ളതാണ്. ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. അവിടേക്ക് മഴ പെയ്യുമ്പോൾ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ മഴ പെയ്തപ്പോഴെല്ലാം തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തെരച്ചിൽ നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ മഴ പെയ്യുന്നുണ്ട് എങ്കിൽ പോലും അത് കാര്യമായി ബാധിക്കുന്നില്ല. എങ്കിലും വേഗത സ്വാഭാവികമായും ചെറിയൊരു പരിധിവരെ കുറയുമെന്നത് നമുക്കറിയാം. മഴ പെയ്യുമ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിനൊക്കെ പരിമിതിയുണ്ട്. മണ്ണ് കൂടുതൽ ഇടിയുമോ എന്ന ഭയമുണ്ടാകാം. നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടതാണ്. ഒരു ഭാഗത്ത് ഈ കുന്നിൽ നിന്ന് വെള്ളച്ചാട്ടം പോലെ നീരുറവയായി ഇപ്പോൾ സ്ക്രീനിൻ്റെ ഇടതുഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ വെള്ളച്ചാട്ടം പോലെ വെള്ളം ഒഴുകുന്നതാണ്. ഇതൊക്കെ അവിടെ നിന്ന് മണ്ണ് നീക്കുന്ന പാതയിലൊക്കെ ഇങ്ങനെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കൂടുതൽ വാഹനം വഴുതിപ്പോകാനുള്ള നമുക്ക് അറിയാൻ ചെളിയും മണ്ണും നിറഞ്ഞ സാഹചര്യം ആണ് അവിടെ ഉള്ളത്. വലിയ വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അത്തരം വാഹനങ്ങൾ തെന്നാനുള്ള വഴുതിപ്പോവാനുള്ള സാധ്യതകൾ കുറവാണ്. എങ്കിൽ പോലും വേഗത കുറയുമോ എന്നുള്ളതാണ് ആശങ്ക. അവിടെ ബൈജു ഈ ദൃശ്യങ്ങളിൽ നമുക്ക് മഴ പെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ രക്ഷാപ്രവർത്തനത്തിന് ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാകുന്നില്ല. ഈ മഴയത്ത് തന്നെ മണ്ണ് മാറ്റുന്നു. എല്ലാ യന്ത്രങ്ങളും എല്ലാ മണ്ണുമാന്തി യന്ത്രങ്ങളും അവിടെയുണ്ട്. വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് മണ്ണ് കയറ്റി. അങ്ങനെ വേഗതയ്ക്ക് കാര്യമായി മാറ്റമുണ്ടായിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഏതെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സം രക്ഷാപ്രവർത്തനത്തിന് ഇതുവരെ നേരിട്ടിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം മഴ പെയ്യുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ നമുക്കത് വലിയ മഴ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മഴ ഉണ്ട്. അത് പക്ഷേ എങ്ങനെയാണോ നമ്മളിവിടെ വരുമ്പോൾ ഉണ്ടായ ഒരു സാഹചര്യം ഈ രക്ഷാപ്രവർത്തനം അതേ രീതിയിൽ തന്നെ ഇപ്പോഴും തുടരുന്നു. കാരണം വളരെ അർജുനരികിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു, രക്ഷാസംഘം എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അത് നിർത്തിവെക്കേണ്ട സാഹചര്യമില്ല. പക്ഷേ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മുകളിൽ കാണുന്ന ഈ കുന്ന്
ഇവിടെ ഏതെങ്കിലും തരത്തിലൊരു അപകട ഭീഷണിയില്ല. പക്ഷേ കുറച്ച് നമുക്ക് മാറി ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ മണ്ണ് ഇടിയാനുള്ളൊരു സാധ്യതയുണ്ട്. നേരത്തെ അഭിലാഷ് സൂചിപ്പിക്കുന്ന ചെറു വെള്ളച്ചാട്ടങ്ങളൊക്കെ ഈ പ്രദേശത്ത് രൂപപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിൽ വെള്ളം കുത്തി ഒഴുകുന്നു, മുകളിൽ നിന്നും ഇത്തരത്തിൽ ഒഴുകുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ ഇവിടുത്തെ ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ തോതിൽ മണ്ണ് അടിഞ്ഞുകൂടി, കല്ലടിഞ്ഞുകൂടി നമുക്ക് ഈ പ്രദേശമൊന്നും കാണാൻ കഴിയില്ല. ഈ ദൃശ്യങ്ങളിൽ കാണാം കൃത്യമായ ഒരു വെള്ളച്ചാട്ടം പോലെ രൂപപ്പെട്ടിരിക്കുന്നു അവിടെയൊക്കെ. ഇത്തരത്തിൽ ഏതായാലും മഴ ഉണ്ട്. പക്ഷേ അത് രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ല. വലിയ ശക്തമായ മഴയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മഴ ഇപ്പോൾ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പക്ഷേ അപ്പോഴേക്കും നിരവധി മണ്ണുകൾ ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. ഈ ദേശീയപാതയുടെ ഏതാണ്ട് രൂപം നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ നമ്മളിവിടെ എത്തുമ്പോൾ ഒരു വരി പാത മാത്രമായിരുന്നു കാണാൻ സാധിച്ചത്. ഞാനിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ ഈ വാഹനം വരുന്ന ഭാഗങ്ങളെല്ലാം മണ്ണ് മൂടിക്കിടക്കുകയും വലിയ പാറക്കഷ്ണങ്ങളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ അതൊക്കെ മാറി ഗതാഗത യോഗ്യമായിരിക്കുന്നു. വാഹനങ്ങൾക്ക് ഏകദേശം സഞ്ചരിക്കാൻ കഴിയുന്നു. ഒന്നിനു പിറകെ ഒന്നൊന്നായി ഇത്തരത്തിൽ മണ്ണ് ഇവിടുന്ന് മാറ്റുന്ന വാഹനങ്ങൾ വരുന്നത് കാണാം. അത്തരത്തിൽ കൂടുതൽ വാഹനങ്ങൾ ഇപ്പോൾ ഈ വാഹനങ്ങൾ അവിടെ നിന്നും അടുത്ത മണ്ണ് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഈ ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. ചെറിയ അവിടെ നിന്നെടുത്ത മണ്ണാണ് ഇത് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ടുപോയി വീണ്ടും വാഹനങ്ങൾ അത്തരത്തിൽ കൂടുതൽ വാഹനങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് അടുത്ത വാഹനങ്ങൾ 3 വാഹനങ്ങൾ ഇവിടെ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഒപ്പം